الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ألف لام ميم غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന്, പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഞാനിവിടെ ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത് സൂറത്തു റൂമിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ്. ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്ന
ചില കാര്യങ്ങളുണ്ട്. ഇന്ന് മുസ്ലിം ലോകം അഭിമുഖീകരിക്കുന്നത് ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളെയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സും നിലപാടുകളും എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ കൃത്യമായി ഈ സൂറത്തുർ റൂമിന്റെ ആദ്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ബോധ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും കൈകൊള്ളേണ്ട നിലപാടുകളെ പറ്റി കൃത്യമായി അത് വരച്ചു കാണിച്ചു തരുന്നുണ്ട്. സൂറത്തുർ റൂം അവതരിക്കാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹിജ്റക്ക് മുമ്പ്, ഹിജ്റക്ക് ഏകദേശം 6 വർഷം മുമ്പ് ക്രിസ്ത്യാനികളും മജൂസികളും പേർഷ്യയും റോമും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നു. ഈ യുദ്ധം നടക്കുന്നത് അങ്ങ് അറേബ്യക്ക് പുറത്താണ്. പേർഷ്യയും റോമും. പേർഷ്യയിലുള്ളത് മജൂസികളാണ്, അഗ്നി ആരാധകരാണ്. റോമില് നസാറാക്കളാണ്. റോമും പേർഷ്യയുമാണ് അന്ന് യുദ്ധം നടക്കുന്നത്. യുദ്ധം നടക്കുന്നത് വിദേശത്താണെങ്കിലും മക്കയിലെ ജനങ്ങൾ അന്ന് 2 തട്ടിലായി. മക്കയിലെ ജനങ്ങൾ 2 വിഭാഗങ്ങളായി മാറി. പേർഷ്യയെ അനുകൂലിക്കുന്ന, പേർഷ്യക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വിഭാഗം, മറ്റൊരു വിഭാഗം റോമിന് വേണ്ടി സംസാരിക്കുന്ന, റോമിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന ആളുകളായിട്ട് 2 തട്ടിൽ എന്ത് ചെയ്ത് മാറി. അന്ന് മക്കയിലെ മുശ്രിക്കുകൾ പേർഷ്യയുടെ കൂടെയായിരുന്നു, മജൂസികളുടെ കൂടെയായിരുന്നു, അഗ്നി ആരാധകരുടെ കൂടെയായിരുന്നു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തൊക്കെ റോമിന്റെ കൂടെയായിരുന്നു, ക്രിസ്ത്യാനികളുടെ കൂടെയായിരുന്നു, നസാറാക്കളുടെ കൂടെയായിരുന്നു. അവരുടെ മനസ്സും അവരുടെ പ്രാർത്ഥനകളൊക്കെ. ഈ സന്ദർഭത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. ആദ്യഘട്ടത്തിൽ റോം പരാജയപ്പെട്ടു, ക്രിസ്ത്യാനികൾ പരാജയപ്പെട്ടു, പേർഷ്യ വിജയിച്ചു, മജൂസികൾ എന്ത് ചെയ്തു? വിജയിച്ചു. റോം പരാജയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നന്നെ വിഷമിച്ചു. അവർക്ക് മനസ്സിന് വേദന ഉണ്ട്. ആ സമയത്ത് ഇറങ്ങി സൂറത്തുർ റൂം, അലിഫ് ലാം മീം ഗളിബത്തുർ റൂം. ഇതാ റോം കീഴടക്കിയിരിക്കുന്നു, റോമിനെ പേർഷ്യ കീഴടക്കിയിരിക്കുന്നു. അതായത് നസാറാക്കൾ ഇതാ പരാജയപ്പെട്ടിരിക്കുന്നു. ഫി അദ്നൽ അർള്, നിങ്ങൾക്ക് അടുത്തുള്ള ഭൂപ്രദേശത്താണ്. വഹും മിൻ ബഅദി ഗലബിഹിം സയഅലബൂൻ, പക്ഷേ ഈ തോൽവിക്ക് ശേഷം റോം വിജയിക്കും. ക്രൈസ്തവർ എന്ത് ചെയ്യും? വിജയിക്കും. ആരാ പറയണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയിറക്കുകയാണ്. റോം എന്ത് ചെയ്യും? വിജയിക്കും. ഫീ ബിളഅ സിനീൻ, അല്പവർഷങ്ങൾക്ക് ശേഷം റോം വിജയിക്കും. ബിളഅ സിനീൻ എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയുള്ള വർഷങ്ങൾക്കാണ് ബിളഅ സിനീൻ എന്ന് പറയുക. ഇതെത്രയാവാം? 3 മുതൽ 9 വരെയുള്ള വർഷം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? റോം എന്ത് ചെയ്യും? വിജയിക്കും. ലില്ലാഹിൽ അംറു മിൻ ഖബലി വമിൻ ബഅദു, നേരത്തെ കാര്യം നിർവഹിക്കുന്നവനും ഇനിയും കാര്യം നിർവഹിക്കുന്നവനും അല്ല തന്നെയാണ്. നേരത്തെ കാര്യങ്ങൾ നിർവഹിച്ചതും ഇനി കാര്യങ്ങൾ നിർവഹിക്കുന്നതും ആര് തന്നെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. വയൗമദി യഫ്റഉൽ മുഅ്മിനൂൻ, അന്ന് റോം വിജയിക്കുന്ന സമയത്ത്, നസാറാക്കൾ വിജയിക്കുന്ന സമയത്ത്, റോം പേർഷ്യനെ പരാജയപ്പെടുത്തുന്ന സമയത്ത്, യൗമഇദിൻ, അന്നേ ദിവസം, യഫ്റഹുൽ മുഅ്മിനൂൻ, വിശ്വാസികൾ സന്തോഷിക്കും. ആര് സന്തോഷിക്കും? സത്യവിശ്വാസികൾക്ക് അന്ന് സന്തോഷം ഉണ്ടാവും. പിന്നെ ശ്രീല്ല, അള്ളാന്റെ സഹായം കൊണ്ടായിരിക്കും. അള്ളാന്റെ സഹായം കൊണ്ടായിരിക്കും. യൻസുറു മൻ യശാ,
അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെ അള്ളാഹ് സഹായിക്കും. അള്ളാഹു ആരൊക്കെ സഹായിക്കണമെന്ന് അള്ളാഹ് ഉദ്ദേശിക്കുന്നുവോ അവരൊക്കെ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. വൽ അസീസുർ റഹീം. അള്ളാഹു ആരാണ്? പ്രതാപശാലിയാണ്. അള്ളാഹു കാരുണ്യവാനാണ്. റോം തോറ്റപ്പോൾ നോക്കൂ, റോം തോറ്റ സമയത്ത്, നസാറാക്കൾ തോറ്റ സമയത്ത്, മജൂസികൾ പേർഷ്യ വിജയിച്ച സമയത്ത് മക്കയിലെ മുശ്രിക്കുകള് മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി, കുത്തിപ്പറയാൻ തുടങ്ങി. ഇതുപോലെ നിങ്ങളെ ഞങ്ങളും എന്ത് ചെയ്യും? തോൽപ്പിക്കുമെന്നെന്ത് ചെയ്ത് അവര് വെമ്പ് പറയാൻ തുടങ്ങി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കല് മക്കയിലെ മുശ്രിക്കുകൾ വന്ന് കളിയാക്കാൻ തുടങ്ങി. റോം തോറ്റില്ലേ? റോം തോറ്റില്ലേ? നസാറാക്കൾ തോറ്റില്ലേ? നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കൂട്ടും നിങ്ങളുടെ ചിന്തകളും നിലപാടുകളൊക്കെ അവരുടെ കൂടെയല്ലായിരുന്നു. തോറ്റില്ലേ? ഇപ്പോ പരാജയപ്പെട്ടില്ലേ? ഇപ്പോ പേർഷ്യ വിജയിച്ചില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടുക. വിഷമത്താൽ, പ്രയാസത്താൽ, സങ്കടത്താൽ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ സങ്കടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ബോധിപ്പിക്കുന്നു. പ്രവാചകരെ, തോറ്റല്ലോ, നമ്മള് തോറ്റുപോയല്ലോ, റോം തോറ്റ് പരാജയപ്പെട്ടല്ലോ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ സങ്കടം എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അബൂബക്കർ റളിയല്ലാഹുവിനെ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. നോക്കൂ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മനസ്സ് എവിടെ എന്നുള്ളത്, അന്ന് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് എവിടെ എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്ക്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ സൂറത്ത് റൂം എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്, വഹിയായി ഇറക്കുകയാണ്. ഇപ്പൊ റോം പരാജയപ്പെട്ടു, പക്ഷേ വിജയിക്കും, വിജയിക്കും. അന്ന് പ്രവാചകരെ സത്യവിശ്വാസികൾ എന്ത് ചെയ്യും? യഫ്റഉൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ത് സന്തോഷിക്കുട്ടോ. ഈ ആയത്തിറങ്ങിയ സമയത്ത് ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടുകയാണ് മക്കയിലെ മുശ്രിക്കുകളുടെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചും വർഷങ്ങൾക്ക് തീർച്ചയായിട്ടും റോം വിജയിക്കും, പേർഷ്യയെ പരാജയപ്പെടുത്തും. പ്രവചനം, അള്ളാന്റെ വഹി ഇറങ്ങിയിട്ടുണ്ട്, അള്ളാന്റെ വഹി ഇറങ്ങിയിട്ടുണ്ട്. എന്ത്? റോം വിജയിക്കും, പേർഷ്യയെ പരാജയപ്പെടുത്തും എന്നുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വർഷങ്ങളെ കണക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, 6 കൊല്ലം എന്നൊക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് തിരുത്തി, 6 അല്ല 9 വർഷത്തിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക? റോം വിജയിക്കട്ടോ. പിൽക്കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം ഇത് 9 വർഷം പൂർത്തിയാകുമ്പം പിന്നീടും റോമും പേർഷ്യ എന്ത് ചെയ്ത് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അന്ന് റോം എന്ത് ചെയ്തു? വിജയിച്ചു. ഇസ്ലാം സത്യമാണ്, ഖുർആനിന്റെ വചനങ്ങൾ അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളതിന് തെളിവായിട്ടത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നോക്കൂ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ വഹി ഇറക്കിയത്? അങ്ങ് മക്കയിലല്ല, മറിച്ച് റോമും പേർഷ്യയും യുദ്ധം നടക്കുന്നു. അവർ ക്രിസ്ത്യാനികളും മജൂസികളും യുദ്ധം നടക്കുന്നു. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ, അവർ തമ്മിലുള്ള കാര്യങ്ങളിൽ അള്ളാഹ് എന്ത് ചെയ്യാണ്? വഹി എന്തിനാണ് ഇറക്കിയത്? ഈ ഒരു സൂറത്തിന്റെ പേര് എന്താണെന്നറിയോ? റൂം എന്നാണ്. റൂം. മാത്രമല്ല, മക്കയിലും മദീനയിലും അല്ലാത്ത മറ്റൊരിടത്ത് നടന്ന വിഷയത്തിൽ എന്തിനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആശ്വാസത്തിന്റെ വചനം മുസ്ലിങ്ങൾക്ക് ഇറക്കിയെടുത്തത്? ഒരു ആശ്വാസത്തിന്റെ വചനാണല്ലോ അവിടെ ഇറങ്ങിയത്. പ്രയാസപ്പെടുന്ന, മനസ്സ് വേദനിപ്പിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെയുള്ള വിശ്വാസികളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒരു ആയത്തുകളാണല്ലോ സൂറത്ത് റൂമിൽ എന്ത് ചെയ്യുന്നത്? ആദ്യ ഭാഗങ്ങളിലുള്ളത്. ഇവിടെ വ്യക്തമായ ഒരു പാഠം നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തമായ പാഠം പഠിപ്പിക്കുന്നുണ്ട്. നോക്കും, ഇന്ന് പശ്ചിമേഷ്യയിൽ നമുക്കറിയാം നടക്കുന്ന യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങൾ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ ലോകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സൃഷ്ടിക്കുന്നുണ്ട്. കാരണങ്ങൾ എന്താണ്? പലതുമാണ്. പക്ഷെ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണം? ഒരു മുസ്ലിമിന്റെ മനസ്സ് എവിടെയായിരിക്കണം? ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ആരുടെ കൂടെയാണ് ഒരു മുസ്ലിമിന്റെ മനസ്സും പ്രാർത്ഥനയും നിലകൊള്ളേണ്ടത്? ഇസ്ലാം കൃത്യമായി അതിനെ വരച്ചു കാണിക്കുന്നുണ്ട് ഈ സൂറത്തു റൂമിൽ. അതിനുള്ള ഉത്തരമാണ് ഈ സൂറത്തു റൂമിന്റെ ആദ്യ ഭാഗങ്ങളിൽ. നോക്കൂ, അന്ന് റോമും പേർഷ്യയും യുദ്ധം നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിന്റെയും പ്രാർത്ഥനയും മനസ്സും റോമിന്റെ കൂടെ ആയിരുന്നല്ലോ. അതാണല്ലോ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ കൂടെയാണ്. ആരാണ് ക്രിസ്ത്യാനികള്? ആരാണ് ശരിക്കും നസാറാക്കള്? നോക്കും, ഈസാ നബിയെ ആരാധിച്ചവരാണ് നസാറാക്കൾ, അല്ലെ? ഇസ്ലാം ഈസാ നബിയെ ആരാധിക്കുന്നവരല്ലേ അന്ന് നസാറാക്കള്?
ഈസാ നബിയെ ദൈവപുത്രനാണ് എന്ന് വാദിക്കുന്നവരല്ലേ നസാറാക്കൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവരുടെ മനസ്സ് നസാറാക്കളുടെ കൂടെ നിൽക്കാനുള്ള കാരണം ക്രിസ്ത്യാനികൾ മജൂസികളെക്കാളും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും അടുത്തവരാണ്. മജൂസികളെക്കാളും ഇസ്ലാമിനോട് അടുത്തവരാണ് ആര്? ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളുടെ മനസ്സ് അവരുടെ കൂടെ നിന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും റോമിനെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. റോമിൽ ആരാണ്? ക്രൈസ്തവരാണോ? അവരുടെ നിലപാടെന്താണ്? അവരുടെ ആദർശം എന്താണ്? അവർ ഈസാ നബിയെ കുറിച്ച് എന്താ പറഞ്ഞത്? അവർ ഇസ്ലാമിനെ കുറിച്ച് എന്താ പറയുന്നത്? ഒന്നും വിശകലനം ചെയ്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ എന്ത് ചെയ്യണില്ല, കാണുന്നില്ല. ഇന്ന് പലപ്പോഴും ഇങ്ങനെ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ പല ആളുകൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആളുകളാണ്. അവരാരാണ്? ഇന്ന ആളുകൾ ആരാണ്? ഇന്ന ആളുകളുടെ വിശ്വാസം എന്താണ്? ആദർശം എന്താണ്? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൂറത്ത് റൂം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മുടെ അടുപ്പവും ഏറ്റവും കൂടുതൽ ഇസ്ലാമിനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർ ആരാണോ, തമ്മിൽ വേദൻ തൊമ്മൻ എന്ന രൂപത്തിൽ അതിൽ ഏറ്റവും നല്ലവരാണോ, ഏറ്റവും കൂടുതൽ നീതി ആരുടെ ഭാഗത്താണോ, ആരാണോ മർദ്ദിക്കപ്പെട്ടത്, ആ മർദ്ദിക്കപ്പെട്ടവരുടെ കൂടെയാണ് ഒരു മുസ്ലിമിന്റെ നിലപാട് എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാവേണ്ടത്. അതാണ് സൂറത്ത് റൂം എന്ത് ചെയ്യണത്, നമ്മെ പഠിപ്പിക്കുന്നത്. അതല്ലാതെ നമ്മൾ കിടന്നിട്ട് എന്ത് ചെയ്യണ്ട, ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് വിശകലനം ചെയ്ത് ആകെ പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവേണ്ട. ഇത് ഏത് വിഷയത്തിലും, ഇന്ന വിഷയത്തിലും എന്നുള്ളതല്ല, ഏത് വിഷയത്തിലും നമ്മൾ അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇലക്ഷന്റെ ആരവങ്ങളിലാണ്, ഇലക്ഷന്റെ ചൂടിലാണ് ഇപ്പോൾ സമൂഹമുള്ളത്, നമ്മളൊക്കെ ഉള്ളത് ഇലക്ഷന്റെ ചൂടിലാണ്. നോക്കൂ, സൂക്ഷ്മമായി വിശകലനം ചെയ്ത് നോക്കിയാൽ പലപ്പോഴും എല്ലായിടത്തും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവാം. എല്ലാവരും എടുത്തുണ്ടാവും. മനുഷ്യനാണെങ്കിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ എല്ലായിടത്തും എല്ലാ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇലക്ഷന് നമ്മൾ നേരിടുന്ന സമയത്ത് ഈ ആളുകളിൽ ആരാണ് അതിൽ ഏറ്റവും കൂടുതൽ മെച്ചമുള്ളവർ, നമുക്കും നമ്മുടെ നാടിനും ഈ ഉമ്മത്തിനും കൂടുതൽ ഗുണം നൽകാൻ ആർക്ക് കഴിയും എന്നത് മാത്രമേ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ കൂടുതലായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യില്ല, നിൽക്കാൻ കഴിയില്ല. അപ്പൊ കൂടുതൽ ആരാണോ നല്ലത് എന്ന് നോക്കിയിട്ട് ആ നന്മയിലേക്ക് നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസൽമാന്റെ ഇവിടെയുള്ള നിലപാട്. അത് ഇത്രേ പറ്റുള്ളൂ, അത് അങ്ങനെ കഴിയുള്ളൂ. മഹാനായ ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിശദീകരിച്ചിരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഫൽ വാച്ച് ഇന്നമാ ഹുവ ഫിഅലുൽ മഖ്ദൂരി അലൈഹി മിനൽ ഖൈർ. നമ്മൾക്ക് നിർബന്ധമായിരിക്കുന്നത് കഴിയുന്നത്ര നന്മ ചെയ്യുക എന്നുള്ളതാണ്. കഴിയുന്നത്ര നന്മയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അൽ ഗാലിബു അന്നഹു ലാ യൂജദു അൽ കാമിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം പൂർണ്ണമായിട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാത്തിലും പൂർണ്ണതയായിട്ടൊന്നും ഉണ്ടാവില്ല. അതിൽ കൂടുതൽ നന്മ എവിടെയാണോ, എന്നിട്ട് അദ്ദേഹം പറയാം, ഫൽ യഫ്അൽ അൽ ഖൈറൽ ഖൈറൈനി, ഫൽ യഫ്അൽ ഖൈറൽ ഖൈറൈനി. രണ്ട് നന്മകളിൽ കൂടുതൽ നന്മ ഏതാണോ ആ നന്മയെ നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക, നന്മ പ്രവർത്തിക്കുക. രണ്ട് നന്മകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ നന്മ ഏതാണോ അത് നമ്മൾ ചെയ്യുക. ഫൽ യദ്ഫഅ ശർറൽ ശർറൈനി. രണ്ട് തിന്മകളാണ് നമ്മുടെ മുമ്പിലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ തിന്മ ഏതാണോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, വിട്ട് നിൽക്കുക. ഇതാണ് മഹാനായ ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുന്നത്. കാരണം വഖദ് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അസ്ഹാബുൽ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തും യഫ്റഹൂന ബി ഇന്തിസാരി റൂമി വന്നസാറ അലൽ മജൂസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നസാറാക്കളും റൂമും മജൂസികളുടെ മേൽ, പേർഷ്യയുടെ മേൽ യുദ്ധത്തിൽ വിജയിച്ചപ്പോൾ അവർ സന്തോഷിച്ചതുപോലെ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സന്തോഷിച്ചപ്പം പേർഷ്യയുടെ മേൽ, മജൂസികളുടെ മേൽ ക്രൈസ്തവർ, റോം വിജയം നേടിയപ്പോൾ റസൂലുള്ളാഹി സഹാബത്തും സന്തോഷിച്ചിട്ടുണ്ടോ? സന്തോഷിച്ചിട്ടുണ്ട്. കാരണം അത് ഖുർആൻ സാക്ഷിയാണ്, സന്തോഷിച്ചിട്ടുണ്ട്. അങ്ങനെ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കിലാഹുമാ കുഫാർ. എന്നിട്ട് അദ്ദേഹം പറയാണ്, രണ്ടും കുഫാറാക്കളാ. ആര്? ഈ ക്രൈസ്തവരാണെങ്കിലും മജൂസികളാണ് കുഫാറാക്കളല്ലേ.
കാഫിരിങ്ങളല്ലേ? ആണ്, രണ്ടും കാഫിരിങ്ങളാണ്. എന്നാലോ ഇസ്ലാം, എന്നാൽ അവർ രണ്ടുപേർ, ഈ രണ്ട് കാഫിരിങ്ങളിൽ വിഭാഗങ്ങളിൽ ഇസ്ലാമിനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ഏതാണോ അതെന്ത് ചെയ്തു? സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് ഒരു മുസ്ലിമിന്റെ നിലപാടായി സ്വീകരിക്കേണ്ടത്. സൂറത്തുർ റൂം, ഈ ഒരു വിഷയത്തിലാണ് സൂറത്തുർ റൂം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? ഇറക്കുന്നത്. സൂറത്തുർ റൂം ഈ ഒരു വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നമ്മുടെ നിലപാട് ഏത് ഭാഗത്താണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ വരച്ചു കാണിക്കുക. കൂടുതൽ നീതി ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. ആരാണോ മർദ്ദിക്കപ്പെടുന്നത്, ലോകത്ത് മർദ്ദിക്കപ്പെടുന്നത് ആരാണോ അവരുടെ ഭാഗത്ത് നിലകൊള്ളാൻ ഒരു മുസ്ലിമിന് എന്ത് ചെയ്യണം? സാധിക്കണം. ഈ നിലപാട് അതിന് പുറമെ നമ്മൾ മറ്റുള്ള വാക്കുകളിൽ പോയിട്ട് ശത്രുക്കൾ നമ്മുടെ മേൽ സന്തോഷിക്കുന്ന ഒരവസ്ഥ എന്ത് ചെയ്യരുത്? ഉണ്ടാവരുത്. ചരിത്രത്തിൽ ഒരു രംഗമുണ്ട്. ഏതെന്നറിയോ? ചരിത്രത്തിൽ ഒരു രംഗമുണ്ട്. മഹാനായ മൂസാ അലൈഹിസ്സലാം പിന്നെ അള്ളാന്റെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. പിന്നെ തൗറാത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് 40 ദിവസം ജനങ്ങളിൽ നിന്ന് എന്തുണ്ട്? മാറി നിൽക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. 40 ദിവസം അങ്ങനെ മാറി നിന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മൂസാ അലൈഹിസ്സലാം കാണുന്നത് എന്താണെന്നറിയോ? തന്റെ ജനവിഭാഗം ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് ആ പശുക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു രംഗമാണ് മൂസാ അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നത്? കാണുന്നത്. മൂസാ അലൈഹിസ്സലാമിന് ഭയങ്കര ദേഷ്യം വന്ന്, സങ്കടം വന്ന്, കോപം വന്ന്. എന്തിനാണ് ഇത്രയധികം പ്രയാസപ്പെട്ട് ദഅവത്ത് നടത്തി ഒരു തൗറാത്തിന് വേണ്ടി മാറി നിന്നപ്പോഴേക്കും ഈ സമൂഹം ചെന്നുപെട്ട ഒരവസ്ഥ ഉണ്ടല്ലോ. മഹാനായ ഹാറൂൻ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ടാണ് മൂസാ അലൈഹിസ്സലാം ആ 40 ദിവസം ഭജന ഇരിക്കാൻ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. തിരിച്ചു വന്ന് കാണുന്ന സമയത്ത് കണ്ടത് ഇതാണ്: ഈ സമൂഹത്തെ ഈ പശുക്കുട്ടിനെ ആരാധിക്കുന്ന ഒരു രംഗം. സൂറത്തുൽ അഅറാഫിന്റെ 150-ാമത്തെ വചനത്തിൽ ആ രംഗം, ആ വരവിന്റെ രംഗം ഒന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. വലമ്മാ റജഅ മൂസാ ഇലാ ഖൗമിഹി ഖൽബാൻ ആസിഫൻ. മൂസാ അലൈഹിസ്സലാമിന് ദേഷ്യം വന്ന്, സങ്കടം വന്ന്, കോപം വന്ന്, ഇവരുടെ ഈ സാഹചര്യം കണ്ട, അവസ്ഥ കണ്ട സമയത്ത് എന്നിട്ട് ആ സമയത്ത് മൂസാ അലൈഹിസ്സലാം അവരോട് പറയാണ്: ബിഗ്സമാ ഖലഫ്തുമൂനി മിൻ ബഅദി, എന്റെ ഒരു അഭാവത്തിൽ എനിക്ക് ശേഷം നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ എത്ര വളരെ മോശമാണ്. എന്നിട്ട് മൂസാ അലൈഹിസ്സലാം ചോദിക്കാണ്: അജിൽതും അംറ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ കൽപ്പന വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ധൃതി കാണിക്കുക ഈ വിഷയത്തിൽ, നിങ്ങൾ ധൃതി കാണിക്കണം ഈ വിഷയത്തിൽ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിലുള്ള പലകൊക്കെ എന്ത് ചെയ്തു? അവിടെ ഇട്ടതിന് ശേഷം മൂസാ അലൈഹി സ്വലാം ഹാറൂൻ അലൈഹി സ്വലാമിന്റെ തലമുടി കിട്ടി പിടിച്ച് തന്നിലേക്കിട്ട് വലിച്ചു അടുപ്പിച്ചു. കാരണം ഹാറൂൻ അലൈഹി സ്വലാമിനെ ഏൽപ്പിച്ചു പോയതാ. എന്നിട്ട് മൂസാ അലൈഹിസ്സലാം ഇങ്ങനെ ഹാറൂൻ അലൈഹിസ്സലാമിനെ കയർത്ത് സംസാരിക്കുന്ന സമയത്ത് ഹാറൂൻ അലൈഹിസ്സലാം മൂസാ അലൈഹിസ്സലാമിനോട് പറയുന്ന ഒരു വാക്കുണ്ട്: ഇന്നൽ ഖൗമ ഇസ്തദഅഫൂനി വഖാദു യഖ്തുലൂനനി. എന്താ പറയുന്നത്? ഈ ജനങ്ങൾ എന്നെ ദുർബലനായി കാണുകയും എന്നെ കൊന്നേക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല, അവരെ പ്രതിരോധിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സമൂഹം അങ്ങനത്തെ ഒരു സമൂഹമായിരുന്നു. എന്നിട്ട് ഹാറൂൻ അലൈഹിസ്സലാം പറയുന്നൊരു വാക്കുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫലാ തുശ്മിത് ബിയൽ അഅദാഹ്. അല്ലേ മൂസ, നീ എന്നെ ഇവരുടെ മുമ്പിൽ വിളിച്ചിട്ട് കയർത്ത് സംസാരിക്കല്ലേ. ശത്രുക്കൾക്ക് സന്തോഷമാകുന്ന രൂപത്തിൽ എന്നോട് കയർത്ത് സംസാരിക്കല്ല മൂസ എന്നെന്ത് ചെയ്യുന്നുണ്ട്? ഹാറൂൻ അലൈഹിസ്സലാം പറയുന്നുണ്ട്. ശത്രുക്കൾക്ക് സന്തോഷമാകും താങ്കൾ എന്നെ പിടിച്ച് വലിക്കുന്നതും, എന്നോട് കയർത്ത് സംസാരിക്കുന്നതും, എന്റെ മേൽ ചീത്ത വിളിക്കുന്നതും, എന്നോട് ഇങ്ങനെയുള്ള ആജ്ഞാപം എന്നെ പിടിച്ചു വലിക്കുന്നതും അത് ഈ ശത്രുക്കൾക്ക് എന്ത് ചെയ്യും? സന്തോഷമാകും മൂസ. അതുകൊണ്ട് ചെയ്യല്ല മൂസ. വലാ തജ്അൽനി മഅൽ ഖൗമിൽ ളാലിമീൻ, എന്നെ അക്രമികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ല മൂസ എന്ന് മൂസാ നബിയോട് ഹാറൂൻ അലൈഹിസ്സലാം പറയുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ഈ വിഷയങ്ങളിൽ എല്ലാ വിഷയത്തിലുള്ള സംസാരങ്ങൾ, നിലപാടുകൾ ശത്രുക്കൾക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒന്നായിട്ട് മാറ്റും.
നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ വാക്കുകൾ, കമന്റുകൾ ഇതൊരിക്കലും ശത്രുക്കൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കമന്റുകളായിട്ടോ വാക്കുകളായിട്ടോ നിലപാടുകളായിട്ടോ സംസാരങ്ങളായിട്ടോ മാറാൻ പാടില്ല. കാരണം ശത്രുക്കളുടെ സന്തോഷത്തിൽ നിന്ന് എപ്പോഴും ഒരു മുസ്ലിം എന്ത് ചെയ്യണം? രക്ഷപ്പെട്ടു നിൽക്കണം. അതിന് പ്രത്യേകമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഒരു ദുആ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ദുആ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തി ദീൻ വഗലബത്തിൽ അദുവി വശമാതത്തിൽ അഅദാ. അല്ലാഹുവേ, കടബാധ്യതയിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ്. ശത്രുക്കൾ ഞങ്ങളുടെ മേൽ അതിജയിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ്. ശത്രുക്കളുടെ സന്തോഷത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ് എന്ന്. ഒരു മുസ്ലിമിന്റെ ശത്രു സന്തോഷിക്കുന്നത് എപ്പോഴാണ്? ഒരു മുസ്ലിമിന് വിപത്ത് സംഭവിക്കുമ്പോഴാണ്, നമുക്ക് ആപത്ത് സംഭവിക്കുമ്പോഴാണ്, നമ്മിൽ അനൈക്യം ഉണ്ടാകുമ്പോഴാണ്, നമ്മളിൽ പൊരുത്തക്കേട് ഉണ്ടാകുമ്പോഴാണ്, നമ്മളുണ്ടാവുന്ന അകൽച്ച ഉണ്ടാകുമ്പോഴാ. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നിലപാടുകളും കമന്റുകളും എല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. തീർച്ചയായിട്ടും ഈ ഖുർആൻ മനുഷ്യനെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഗൈഡായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള എങ്ങനെ ജീവിക്കണം എന്ന് വളരെ കൃത്യമായി വരച്ചു കാണിച്ചു തന്ന ഈ ഖുർആനാണ് ഒരു വിഭാഗത്തെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നത്. ഖുർആൻ മുറുകെ പിടിക്കുമ്പോൾ, ഖുർആനിന്റെ ആളുകളാകുമ്പോൾ നമുക്ക് നേരെ ചൊവ്വെ നമുക്ക് ജീവിക്കാൻ കഴിയും. ഖുർആനിൽ നിന്ന് നമ്മൾ എത്രത്തോളം അകന്നു പോകുന്നു, അത്രത്തോളം നമ്മൾ പ്രകാശത്തിൽ നിന്നും അകന്ന് ഇരുട്ടിലേക്കായിരിക്കും നമ്മൾ നീങ്ങുന്നത്. ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ നമ്മൾ ശ്രമിക്കും. കാരണം അത് നമ്മുടെ പരലോക ജീവിതത്തിനും ഇഹലോക ജീവിതത്തിനും നമ്മെ കൂടുതൽ നന്മ ചെയ്യുകയും നന്മ ഉണ്ടാവുകയും നമുക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഖുർആനിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. ഈ വരുന്ന ഞായറാഴ്ച മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ പള്ളിയുടെ മഹദിയിൽ ഒരു ഹിഫ്ളുൽ ഖുർആൻ, സ്കൂൾ ഓഫ് ഹിഫ്ളുൽ ഖുർആൻ ഇവിടെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് ഖുർആൻ ഹിഫ്ളാക്കാനുള്ള ഒരവസരമാണ്, സൗകര്യമാണ്. വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നു. അതായത് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് പിരിയാതെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ ഉറങ്ങാൻ നിങ്ങളുടെ മക്കൾ ഉണ്ടാകുന്ന രൂപത്തിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള പഠനമാണ് ഇവിടെയുള്ളത്. രാത്രി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യാം? മക്കൾ ഇൻഷാ അല്ലാഹ് എത്തുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സൗകര്യം കൂടെ അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസവും നൽകുന്നു. അങ്ങനെയുള്ള സൗകര്യം വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നുണ്ട്. വരുന്ന ഞായറാഴ്ച അതിൻ്റെ ഖത്മുൽ ഖുർആൻ, അതായത് കുറച്ച് മക്കൾ ഹാഫിളിങ്ങളായി, അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. ഹാഫിളിങ്ങളായി നമുക്ക് ഖുർആനൊക്കെ എന്ത് ചെയ്ത് മനപ്പാടാക്കുക. അള്ളാഹിന്റെ പരിശുദ്ധ ഗ്രന്ഥം, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ഈ പ്രായത്തിൽ ഇത്ര സമയം, ഇത്ര വർഷമായിട്ട് ഖുർആനിന്റെ ഒരു ആയത്ത് തജ്വീദോടുകൂടി തെറ്റാതെ പാരായണ നിയമത്തോടുകൂടി എത്ര ആൾക്ക് ഓരാൻ കഴിയും? നമ്മൾ എത്ര പേർക്ക് അങ്ങനെ ഒന്ന് പാരായണം ചെയ്യാൻ കഴിയും?
എന്നാൽ മറ്റു വിഷയങ്ങൾ എത്ര ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു. മറ്റു വിഷയങ്ങൾ, മറ്റു സബ്ജക്റ്റുകൾ എത്ര ക്ലിയർ ആണ് നമ്മിൽ പല ആളുകൾക്കും. എന്നാൽ ഖുർആൻ ഒന്ന് ഓതാൻ, അതൊന്ന് നല്ല രൂപത്തിലൊന്ന് പാരായണം ചെയ്യാൻ പോലും കഴിയാത്ത, ഇപ്പോഴും എൻ്റെ മുമ്പിൽ തപ്പിത്തടഞ്ഞ് ഖുർആൻ ഓതുന്ന ആളുകളില്ലേ? തപ്പിത്തടഞ്ഞ് ഓതുന്നത് പ്രശ്നമാണെന്നല്ല, അതിന് കൂലിണ്ട്. പക്ഷെ സുന്ദരമായിട്ട് അതിൻ്റെ നിയമത്തോടുകൂടി എത്ര ആൾക്ക് ഓതാൻ കഴിയും? എത്ര ഹിഫ്ളുണ്ട് നമ്മൾക്ക്, നമ്മുടെ മനസ്സിൽ ഖുർആൻ എത്ര ആയത്തുകൾ നമ്മൾ ഹിഫ്ളാക്കിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക. നമ്മൾ പലപ്പോഴും നമ്മൾ അശ്രദ്ധ കൊണ്ടോ സമയമില്ലായ്മ കൊണ്ടോ ഒക്കെ നമ്മുടെ ജീവിതം അങ്ങനെ കടന്ന് പോയി ഇതാ ഇപ്പോൾ ഏകദേശം എന്തിലെത്താറായി. പക്ഷെ നമുക്ക് കിട്ടാത്ത ഒരു സൗകര്യം ചിലപ്പോൾ കിട്ടിയിട്ടും നമ്മൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ കിട്ടാത്ത ഒരു സൗകര്യം നമ്മുടെ മുമ്പിൽ, നമ്മുടെ മക്കൾക്ക് അതിൻ്റെ വാതിലുകൾ തുറന്നു വെക്കാനുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ആ വാതിലുകളിലൂടെ മക്കളെ പ്രവേശിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഈ ദുനിയാവിൽ നമുക്ക് നേടുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. കാരണം നമ്മളൊന്നും ഈ ലോകത്ത് കൂടുതലായിട്ട് കാലാകാലം ജീവിക്കുന്ന ആളുകളല്ലല്ലോ. നമ്മൾക്ക് എന്ത് ചെയ്യും? മരണപ്പെടും തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ സമ്പാദിച്ച സമ്പാദ്യം ഉണ്ടാവില്ല, നമ്മുടെ കുടുംബമില്ല, നമ്മുടെ വീടില്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മൾ മരണപ്പെട്ടു പോകുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകണം എന്തെന്നറിയോ? നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകിയിട്ടുള്ള നല്ല അറിവുകളാണ്, ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുകളാണ്, ഇസ്ലാമിനെ കുറിച്ചുള്ള അദബുകളാണ്. ഇത് അവർക്ക് നൽകാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഖുർആനൊക്കെ പഠിപ്പിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ, തീർച്ചയായിട്ടും അത് നമ്മുടെ ഖബറിൽ ഒരു വെളിച്ചമായിരിക്കും, പ്രകാശമായിരിക്കും. മാത്രമല്ല, നമ്മുടെ മക്കൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം പറഞ്ഞ അവിടെ മെമ്മറി എന്ത് ചെയ്തു? വർദ്ധിക്കുന്ന. ഖുർആൻ ഇഫ്ളാക്കുന്നിടത്തോളം അവരുടെ മെമ്മറി പവർ കൂടുകയാണ്, കുറയല്ല ചെയ്യുന്നത്. കൂടുതൽ മനഃപ്പാടമാക്കാനുള്ള ഒരു കഴിവ് എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകും. മാത്രമല്ല, അവർ ചെയ്യുന്ന ഏത് നല്ല അമലുകളിലും അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് നൽകും. അവർ ചെയ്യുന്ന ഓരോ ആയത്തുകളും പാരായണം ചെയ്യുമ്പോൾ, ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴും ഓരോ അക്ഷരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പുണ്യം കൊടുക്കുന്നതോടുകൂടി തന്നെ അത് നമുക്കും കൂടി എന്ത് ചെയ്യും? അതിന്റെ പുണ്യം എന്ത് ചെയ്യും? ലഭിക്കും. ആ പുണ്യത്തിന്റെ ഒക്കെ അളവ് എത്രമാത്രം വലുതാണെന്നുള്ളത് ഇപ്പൊ എനിക്ക് പറയാനും കഴിയില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനും കഴിയില്ല. അത് നമ്മുടെ മരണശേഷം തുലാസ് മുമ്പിൽ കണ്ട് നമ്മുടെ നന്മകൾ ഇങ്ങനെ തുലാസിന്റെ തട്ടിൽ വെക്കുമ്പോഴാണ് ആ നന്മയുടെ പ്രതിഫലത്തിന്റെ വലുപ്പം നമുക്ക് അറിയുള്ളൂ. അതുവരെ നമുക്ക് എന്ത് ചെയ്യില്ല? അറിയില്ല. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ നമ്മുടെ മക്കളെ അതിനു വേണ്ടി എന്ത് ചെയ്യുക? കഴിയുന്ന രൂപത്തിലൊക്കെ എത്രമാത്രം നമുക്ക് ജുസ് ഹിഫ്ളാക്കാൻ പറ്റും അത്രമാത്രം എന്ത് ചെയ്യുക? ജുസ് ഹിഫ്ളാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന രൂപത്തിൽ അതിനെ ആലോചിക്കുക, അതിന് മക്കളെ എന്ത് ചെയ്യുക? പ്രേരിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാപനവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. മാത്രമല്ല, ഇനി ഈ മക്കളല്ലാത്ത വലിയ ആളുകൾക്ക് പോലും ഇവിടെ സൗകര്യം അതിനു വേണ്ടി ഒരുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്കറിയാം, അതിൻ്റെ നോട്ടീസുകളൊക്കെ ഇവിടെ ഉണ്ട്. മറ്റു വിവരങ്ങൾ അതിൻ്റെ ഭാരവാഹിയോട് ചോദിച്ചാൽ അറിയാം. നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ? ഖുർആൻ പഠിക്കാനും അതിനുള്ള സൗകര്യവും ഒരു അധ്യാപകനെ ഇവിടെ നിയമിക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് നൽകുമ്പോൾ കഴിവിൻ്റെ പരമാവധി ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ദിവസത്തിൽ ഒരു അല്പസമയമെങ്കിലും അതിന് മാറ്റിവെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് വരുന്ന ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ഖത്മുൽ ഖുർആൻ എന്ന ഒരു ഇതിൻ്റെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക? അതിൽ പങ്കാളികളാവുക. അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ കലക്ഷന് നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിനുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുതലൊന്നും പറയുന്നില്ല. അള്ളാഹിൻ്റെ ഭവനത്തെ നിങ്ങൾ സഹായിക്കുക, മനസ്സറിഞ്ഞ് എന്ത് ചെയ്യുക? സഹായിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുത്ത് സമാധാനം, സന്തോഷം നൽകി അനുഗ്രഹിക്കുന്ന റബ്ബേ, അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, നാട്ടുകാർ, പണ്ഡിതന്മാർ, അള്ളാഹുവെ അവരുടെ ഖബർ നീ വിശാലമാക്കുന്ന റബ്ബേ. അള്ളാഹുവെ അവർക്ക് നീ പുറത്തു കൊടുക്കുന്ന റബ്ബേ. അള്ളാഹുവെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റബ്ബേ.
അള്ളാഹുവെ, ലോകത്ത് ഒരുപാട് പ്രയാസപ്പെടുന്ന മുസ്ലിം ഉമ്മത്തുണ്ട്. അള്ളാഹുവെ, അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി അവർക്ക് സമാധാനവും സന്തോഷം നൽകി അനുഗ്രഹിക്കണ റബ്ബേ. അവർക്ക് നീ നിർഭയത്വം നൽകി അനുഗ്രഹിക്കണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ റിസ്കിന് വേണ്ടിയിട്ട്, ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ സമാധാനം, നിർഭയത്വം, സംരക്ഷണം നൽകി അനുഗ്രഹിക്കുന്ന റബ്ബേ. അള്ളാഹുവെ, മുസ്ലിം ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണ റബ്ബേ. മുസ്ലിം രാഷ്ട്രങ്ങളെ നീ കാത്തുരക്ഷിക്കണ റബ്ബേ. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.